ശ്രീ എം.എ. റസാഖ് മാസ്റ്റർ, അങ്ങേക്ക് 7 മിനിറ്റ്. സർ, കേരളത്തിൻ്റെ ശ്രീകോവിലായ ഈ നിയമസഭയിൽ എന്നെ എത്തിച്ച സർവശക്തരായ സിട്ടാവിനെയും അതുപോലെ എനിക്ക് അവസരം തന്ന അഭിനന്ദനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ലീഡർ ബഹുമാനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയും പ്രത്യേകം അഭിനന്ദിക്കുകയും സിട്ടാവിന് നന്ദി പറയുകയുമാണ്. മികച്ച ഭൂരിപക്ഷത്തിന് എന്നെ വിജയിപ്പിച്ച കുന്നമംഗലം നിയോജകത്തിലെ മുഴുവൻ വോട്ടർമാരോടും എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. സർ, കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രത്യേകതയുള്ള എന്നാൽ വർഷങ്ങളായി വളരെയധികം അവഗണിക്കപ്പെടുന്ന ഒരു മണ്ഡലത്തിൻ്റെ പ്രതിയാണ് ഞാൻ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നത് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ്. കുന്നമംഗലം എന്നുള്ളത് NIT, IIM, സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, CWRD ഉൾപ്പെടെയുള്ള ഒരു നിയോജകമണ്ഡലമാണ്. 8 MLA-മാരുള്ള ഒരു നിയോജകമണ്ഡലമാണ് കുന്നമംഗലം എന്ന് പറയുന്നത്. അതിൽ 3 മരുമക്കളായി ഞങ്ങൾക്ക് PK ബഷീറും അതുപോലെ തന്നെ VT ബൽറാമും വിദ്യാ ബാലകൃഷ്ണനുമുണ്ട്. കൃഷിമന്ത്രി സിദ്ദീഖും PK ഫിറോസും ഫാത്തിമ തെഹലിയയും രമ്യ ഹരിദാസും ഞാനും ഉൾപ്പെടെയുള്ള 8 അംഗങ്ങളുള്ള ഒരു നിയോജകമണ്ഡലമാണ് കുന്നമംഗലം. 255 ബൂത്തുകളുള്ള ഏറ്റവും വലിയൊരു നിയോജകമണ്ഡലം, ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു നിയോജകമണ്ഡലം. ഈ കേരളത്തിലെ ഏറ്റവും പോളിംഗ് ശതമാനമുണ്ടായിരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നിയോജകമണ്ഡലം കുന്നമംഗലമാണ്. ഈ സഭയിലെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ മുമ്പാകെ പറയാനുള്ള ചില കാര്യങ്ങൾ: മലകളും കായകളും പുഴകളും പുഞ്ചപ്പാടങ്ങളും തോടുകളും തോട്ടങ്ങളും കൊണ്ട് അതിമനോഹരമാണെങ്കിലും കുന്നമംഗലം മണ്ഡലത്തിലെ വികസന സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ നിർഭാഗ്യവശാൽ ഇവിടെ സാധിച്ചില്ല എന്ന ദുഃഖസത്യം ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളായി ഡീലിമിറ്റേഷന് ശേഷം LDF മാത്രം വിജയിച്ചു വരുന്ന ഈ നിയോജകമണ്ഡലത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് സ്വപ്നം കാണുന്ന മനുഷ്യന് പറ്റുന്ന രൂപത്തിലുള്ള വികസന പദ്ധതികൾ ഈ മണ്ഡലത്തിൽ ഇതുവരെയും വന്നിട്ടില്ല. ചാലിയാറിലെയും പൂനൂർ പുഴയിലെയും ശുദ്ധജലം പോലെ നിഷ്കളങ്ക മനസ്സുള്ള മനുഷ്യരാണ് എൻ്റെ നിയോജകമണ്ഡലത്തിലുള്ളത്. പക്ഷേ പലരും നിത്യജീവിതത്തിൽ വഴിയില്ലാത്തവരാണ്. സ്വന്തമായി വീടില്ലാത്തവർ, നല്ല ബുദ്ധിയുള്ള മിടുക്കരായ കുട്ടികളുണ്ടെങ്കിലും അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കാൻ ശേഷിയില്ലാത്ത മാതാപിതാക്കൾ, ക്യാൻസർ കൊണ്ട് കഷ്ടപ്പെടുന്ന കിടപ്പ് രോഗികൾ, അങ്ങനെ നീളുന്നു എൻ്റെ മണ്ഡലത്തിൻ്റെ ചരിത്രവും ജീവിതവും. ഇതിനെല്ലാം പരിഹാരമെന്നോണം ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് UDFൻ്റെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് കുന്നമംഗലത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. സഭയിലെ സമയപരിധി കാരണം അതെല്ലാം ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഒരു വീട്ടിലെ ഒരാൾക്ക് തൊഴിൽ എന്ന ആശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ബഹുമാനപൂർവ്വം സർ അപേക്ഷിക്കുകയാണ്. ന്യൂനപക്ഷ പദ്ധതിയൊക്കെ നീക്കിവെച്ച ഫണ്ട് താരതമ്യേന കുറവാണ്. അതും കൂടി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണം എന്നുകൂടി ബഹുമാനപൂർവ്വം സഭയുടെ മുമ്പാകെ വെക്കുകയാണ്. സർ, നമ്മുടെ സംസ്ഥാനത്തിലെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ പല കാരണങ്ങളുണ്ടെങ്കിലും മുഖ്യമായ ഒന്ന് തൊഴിൽ രാഹിത്യവും തന്നെയാണ്. സർ, 5000 പേർക്കെങ്കിലും നേരിട്ട് തൊഴിൽ ലഭ്യമാക്കുന്ന ഒരു പദ്ധതി മാവൂരിൽ പണ്ട് ഗോളിയോർ റേൺസ് ഉണ്ടായിരുന്ന 400ഓളം ഏക്കർ സ്ഥലത്ത് സ്ഥാപിക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അത് ഇന്ന് എൻ്റെ ബഹുമാനായ നമ്മുടെ വേപ്പൂർ നിയോജകത്തിൻ്റെ പ്രതിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് അവർകൾ കോഴിക്കോടിൻ്റെ വികസനം ഇല്ല എന്നും കോഴിക്കോടിന് മന്ത്രിയില്ല എന്നുള്ള ഒരു പരിഭവം ഇന്നലെ രേഖപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പരിഭവം മാറുന്ന രൂപത്തിലുള്ള ഉത്തരം ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഈ സഭയിൽ വെച്ചത് ഞാൻ വളരെ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ സങ്കടം തീർന്നു. കോഴിക്കോടിൻ്റെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആവശ്യങ്ങളും പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. നിയമം അറിയുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത് പരിചയമുള്ള നമ്മുടെ മുഖ്യമന്ത്രിയും വളരെ വർഷങ്ങൾ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയായി തിളങ്ങിയ നമ്മുടെ വ്യവസായ മന്ത്രിയും റവന്യൂ മന്ത്രിയും ഈ കാര്യത്തിൽ മുൻകൈയെടുത്തുകൊണ്ട് നീങ്ങും എന്നാണ് സഭയിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു ബാംഗ്ലൂർ പോലെ അല്ലെങ്കിൽ ഹൈദരാബാദ് പോലെയുള്ള ഒരു IT ഹബ്ബായി നമ്മുടെ മാവൂർ മാറും എന്ന പ്രത്യാശയോടുകൂടി ആ കാര്യം ഞാനിവിടെ പരിമിതപ്പെടുത്തുകയാണ്. മാവൂർ പഞ്ചായത്തിൽ കുറ്റിക്കടവിൽ ഒരു പാലമുണ്ട് സർ. ആ പാലം 926 വർഷങ്ങൾക്ക് മുമ്പ് MP ആയിരുന്ന അഹമ്മദ് സാഹിബ്, അന്ന് നമ്മുടെ MP ആയിരുന്ന അഹമ്മദ് സാഹിബ് തന്നിട്ടുള്ളൊരു ജീപ്പബിൾ റോഡായിരുന്നു. ആ ജീപ്പബിൾ റോഡിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു മരണം സംഭവിക്കുകയുണ്ടായി. കാരണം പാലത്തിന് വീതിയില്ലാത്തതുകൊണ്ടാണ്. അവിടെ ഒരു പാലം വേണമെന്ന ജനങ്ങളുടെ ആവശ്യം നിരന്തരമായി MVR ക്യാൻസർ സെൻ്റർ പോലെയുള്ള സ്ഥലങ്ങളിലേക്കും അതുപോലെ മെഡിക്കൽ കോളേജിലേക്കും എത്താൻ പറ്റുന്ന ആ പാലത്തിൻ്റെ ആവശ്യകത ഇതുവരെയുള്ള ജനപ്രതിയുടെ മുമ്പിൽ പലതവണ നാട്ടുകാർ ആവശ്യപ്പെട്ട് ഇതുവരെയും അത് സാധിപ്പിച്ചു കൊടുത്തില്ല സർ. ഈ ഗവൺമെൻറ് അക്കാര്യം നിർവഹിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അക്കാര്യം ഈ സർക്കാരിൻ്റെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്.
മാവൂർ കോഴിക്കോട് ഹൈവേയിൽ ഗതാഗതക്കുരുക്കുണ്ടായാൽ ബദൽ മാർഗമായി ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഒരു പ്രത്യാശയാണ് ഈ റോഡ് എന്ന കാര്യം ഈ പാലം എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. ഒരു കാലത്ത് കോഴിക്കോട് നഗരത്തിലെ സാംസ്കാരിക സാമ്പത്തിക ഗതാഗത ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരുന്ന ഒരു പുഴയാണ് മാമ്പുഴ. എന്നാൽ വർഷങ്ങളായി ആവശ്യമായ സംരക്ഷണ നടപടികൾ ഇല്ലാത്തതിനാൽ മാലിന്യ നിക്ഷേപവും കയ്യേറ്റവും അനധികൃത നിർമ്മാണങ്ങളും കാരണം നദിയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 18 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ പുഴയുടെ പല ഭാഗങ്ങളും ഇന്ന് കടുത്ത പ്രതിസന്ധിയിലാണ്. സർ, കേരളത്തിന് വികസന സ്വപ്നങ്ങൾക്ക് ചിറക്കി നൽകി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ഈ സർക്കാരിൻ്റെ ബജറ്റ് മുന്നോട്ട് വെക്കുന്ന മിഷൻ സമുദ്ര അതൊരു വിഷനാണ്, അതൊരു മിഷനാണ്, അത് വല്ലാത്ത യാഥാർത്ഥ്യമാകുന്നൊരു പദ്ധതിയാണ്. ആ പദ്ധതിയോട് 100% ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് മാമ്പുഴ. മാമ്പുഴ സംരക്ഷണവും പുനർജീവനവും കേരളത്തിലെ ഒരു വലിയ തുറമുഖാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക്, അതായത് പോർട്ട്ലെറ്റ് എക്കണോമിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തിനാണ് ഈ പദ്ധതി വലിയ പിന്തുണ നൽകുന്നത്. ഇതിലൂടെ ഭാവിയിൽ മാവൂർ റോഡിന് സമാന്തരമായി ജലഗതാഗത സാധ്യതകൾ വികസിപ്പിക്കാനും വിനോദസഞ്ചാര പൈതൃക സാമ്പത്തിക സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും കോഴിക്കോട് തുറമുഖ നഗരത്തിന് പുതിയൊരു പുനർജീവനം നൽകാനും സാധിക്കും. അതിനാൽ ഈ പദ്ധതിക്ക് ബഡ്ജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകണം എന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സർ, അതിവേഗം വളരുന്ന കോഴിക്കോട്ടെ പ്രധാന ടൗണുകളിൽ ഒന്നാണ് കുന്നമംഗലം. കോഴിക്കോട് താലൂക്ക് വിഭജിച്ച് കുന്നമംഗലം കേന്ദ്രീകരിച്ച് പുതിയ താലൂക്ക് രൂപീകരിക്കണമെന്നുകൂടി ഇവിടെ ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുക. വർഷകാലം സർ 35 വർഷകാലമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ് ഞാൻ. മലബാറിന് ആരോഗ്യരംഗത്ത് എല്ലാവരും ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ബഡ്ജറ്റിൽ പ്രത്യേക പരിഗണന നൽകണം. 2001 കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് അഭിനന്ദനായ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആശീർവാദത്തോടെ ആരംഭിച്ച CS സെൻ്ററുകൾ ഇന്ന് കേരളത്തിൽ വ്യാപിച്ചു നിൽക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിറ്റി ഡയാലിസിസ് സെൻ്റർ ആദ്യത്തോ രണ്ടാമത്തോ ആയി ആരംഭിച്ചത് കോഴിക്കോട്ടെ CS സെൻ്ററിലാണ്. എല്ലാവരും ഭയപ്പെടുന്ന കൊറോണ കാലത്ത് കിടപ്പ് രോഗികളെ പരിചരിക്കാൻ മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങളുടെയും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച പൂക്കോയത്തങ്ങൾ ഹോസ്പൈസ് എന്ന് പറയുന്ന PTHന് 5000-ലധികം വളണ്ടിയർമാരുണ്ട്. കോവിഡ് കാലത്തും മുണ്ടക്കൈ ചുരമല ദുരന്ത കാലത്തും PTH വളണ്ടിയർമാരുടെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട PK ഫിറോസ് MLA-യുടെയും നേതൃത്വത്തിലുള്ള വൈറ്റ് ഗാർഡിൻ്റെ സേവനം നമ്മൾ കണ്ടതാണ്. 1957 മലബാറിൽ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കേണ്ട ഘട്ടം വന്നപ്പോൾ അത് കോഴിക്കോട്ടാകണമെന്ന് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞത് അന്നത്തെ കൊച്ചിയിലെ മുഖ്യമന്ത്രിയാണ്. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കാർഡിയോ തൊറാസിക് സർജറിക്കുള്ള തിയേറ്റർ പണിത് കൊടുത്ത് CS സെൻ്ററാണ് സർ. ആ കാർഡിയോളജി വിഭാഗത്തിൽ അവിടെ ഡീഫിബിലേറ്റർ വാങ്ങിക്കൊടുത്തത് CS സെൻ്ററാണ് സർ. അങ്ങനെ ആതുര സേവന രംഗത്ത് പിന്തുണക്കാൻ പൊതുസമൂഹം ഇനിയും തയ്യാറാണ്. എന്നാൽ അവിടെ നമ്മുടെ ഡോക്ടർമാരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ, അതായത് കോഴിക്കോട് ഇന്ന് നമ്മുടെ കോഴിക്കോട് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് DME വിശ്വനാഥൻ ഡോക്ടർ പ്രസവിച്ചത്. ആ രമ്യ ഹരിദാസിനെ പ്രവചിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട MLA രമ്യ ഹരിദാസിന് ജന്മം നൽകിയത് ചെറുപ്പയിലെ ഹെൽത്ത് സെൻ്ററാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എല്ലാ ഡോക്ടർമാരും അവിടെ പരിശീലനം പൂർത്തിയാക്കുന്ന ഈ ആശുപത്രി ഹെൽത്ത് സെൻ്ററിലാണ്. സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഹെൽത്ത് സെൻ്ററിൻ്റെ ശോച്യാവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അവിടെ പരിശീലനം പൂർത്തിയാക്കാൻ വരുന്ന ഡോക്ടർമാർ അവർക്ക് ആവശ്യമായ അനുഭവ സമ്പത്തില്ലാതെ പോകുന്നു. GK വാര്യരെ പോലെ, NS-നെ പോലെ, CBC വാര്യരെ പോലെ പ്രഗത്ഭരായ ഡോക്ടർമാർ, ഞാൻ പ്രിയപ്പെട്ട MK മുനീർ അടക്കം അവിടെ പരിശീലനം നൽകിയത് ഈ ആശുപത്രി ഈ ഹെൽത്ത് സെൻ്ററിൽ ആ ഹെൽത്ത് സെൻ്റർ CS സെൻ്ററായി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കാം. അവസാനമായി ഒറ്റ കാര്യം കൂടി സർ, തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിന് നൽകിയത് ജനങ്ങൾ നൽകിയത് കനത്ത തിരിച്ചറിയാണ്. അധികാരത്തിൻ്റെ അഹന്തതയിൽ വർഗീയ ശക്തികൾക്ക് പരസ്യമായി പിന്തുണ കൊടുക്കാനും നാടാകെ വർഗീയ കാർഡിറക്കി വോട്ട് പിടിക്കാനും ശ്രമിച്ചവർക്ക് മതേതര കേരളം നൽകിയ ശക്തമായ മറുപടിയാണ് ഈ ജനവിധി എന്ന് മാത്രമല്ല കോഴിക്കോട്ടെ 12 ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് TP ഉണ്ടായത്, അവിടെയാണ് TP വധക്കേസിൽ വർഗീയ കാർഡിറക്ക്, അവിടെയാണ് കാഫിർ ഷോട്ട് വന്നത്, അവിടെയാണ് ഇപ്പോൾ ഒരു ജില്ലാ സെക്രട്ടറി അവിടെ പാറക്കലിൻ്റെയും ഷാഫിയെയും വെല്ലുവിളിച്ച് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ജനാധിപത്യത്തിലെ ശ്രീകോവിലാണ് ഞാൻ സംസാരിക്കുന്നത്. ജനങ്ങളെ സംഘടിപ്പിച്ച് ജനാധിപത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇവർക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അവരെ തൊടാൻ അവർ ഭൂമിയിലിറങ്ങും. അവരിവിടെയുണ്ട്. നമ്മുടെ ഫാത്തിമ താരിയ നിങ്ങൾ അതും വർഗീയ കാർഡാക്കി. അങ്ങനെ വർഗീയതയിലൂടെ വർഗ സമരത്തിന് പകരമായി വർഗീയ സമരം കൊണ്ടുവന്ന നിങ്ങളെ പാഠം പഠിപ്പിച്ചു ജനം എന്ന കാര്യം നിങ്ങളെ ഓർക്കണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ബഡ്ജറ്റിനെ പരിപൂർണമായും പിന്തുണയ്ക്കുകയാണ്. നല്ല ഭാവനയോടുകൂടിയതാണ്.
വിസ്മയം തീർക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. Okay, okay. വിസ്മയമാണ് ഈ ബഡ്ജറ്റ്. ഈ Okay, please ബഡ്ജറ്റ് conclude, please conclude. വിസ്മയത്തിന്റെ ഭാഗമായി മാവൂരിലേക്ക് വ്യവസായം അനുവദിച്ചു തന്ന ഈ സർക്കാരിന് ഒരിക്കൽ കൂടി കൂടുതലായി സമയം. ഈ ബഡ്ജറ്റിനെ പരിപൂർണമായും പിന്തുണച്ച് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.